ഇത് നമ്മൾ ഒരു ഭയങ്കര സിമ്പിളായിട്ട് റെഡി ആക്കിയിട്ട് എടുക്കുന്ന ഒരു സ്നാക്ക് റെസിപ്പിയാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഗോതമ്പ് പൊടിയും വേണം, പഴവും വേണം, പഞ്ചസാരയും വേണം. ഇതാണ് 3 കൂട്ടാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ ഈ ഗോതമ്പ് പൊടിയും പഴമൊന്നും കേൾക്കുമ്പോൾ നിങ്ങൾ പലരും ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവും അത് വെച്ചിട്ട് അതേപോലെ നമ്മൾ കുറേ സ്നാക്ക് റെസിപ്പികളൊക്കെ മിക്കവരും ചെയ്യാറുണ്ട്. അങ്ങനത്തെ കുറേ വീഡിയോസുകളൊക്കെ ഉണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നതിന് വേറൊരു പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. സാധാരണ ഉണ്ടാക്കണ പോലെയല്ല. അപ്പോൾ ഗോതമ്പ് പൊടിയും പിന്നെ പഴവും പഞ്ചസാരയും ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ സാധാരണ എപ്പോഴും ചേർക്കുന്ന ഒരു സാധനമാണ്. പക്ഷേ അത് നമ്മൾ വേറൊരു രീതിയിലാണ് ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ എൻ്റെ ഫ്ലേവറിന് തന്നെ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ 250 ml മെഷീൻ കപ്പിലാണ് എടുത്തേക്കുന്നത്. മെഷീൻ കപ്പ് തന്നെ വേണമെന്നില്ല. നമ്മൾ ചായ കുടിക്കാൻ എടുക്കണ ഗ്ലാസ്സിൽ 1 ഗ്ലാസ് ഗോതമ്പ് പൊടി എടുക്കുക. അപ്പോൾ നിങ്ങൾ ആ ഗ്ലാസ്സിൽ തന്നെ പിന്നെ ബാക്കിയുള്ള എല്ലാത്തിൻ്റെ അളവ് എടുക്കുക. അപ്പോൾ 1 കപ്പ് ഗോതമ്പ് പൊടി എടുക്കുമ്പോൾ നമ്മൾ വീട്ടിൽ ഗോതമ്പ് പൊടിപ്പിച്ചിട്ട് എടുക്കണ ഗോതമ്പ് പൊടി ആയിരുന്നാലും കുഴപ്പമില്ല, കടയിൽ നിന്ന് വാങ്ങണ ആട്ട അല്ലെങ്കിൽ ഗോതമ്പ് പൊടി എന്തായിരുന്നാലും കുഴപ്പമില്ല. അപ്പോൾ 1 കപ്പ് ഗോതമ്പ് പൊടി എടുക്കുമ്പോൾ ആ സെയിം കപ്പിൽ തന്നെ 3/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പഞ്ചസാര നമ്മൾ ഇതേപോലെ അല്ല ചേർക്കുന്നത്. ഈ പഞ്ചസാര നമ്മൾ കാരമലൈസ് ചെയ്തിട്ടാണ് ചേർക്കുന്നത്. കാരമലൈസ് ചെയ്തിട്ട് നമ്മൾ ചേർക്കുമ്പോൾ നമ്മുടെ അപ്പത്തിന് ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ 3/4 കപ്പ് പഞ്ചസാര, പിന്നെ 3 ടേബിൾ സ്പൂൺ റവ, വറുത്ത റവ അല്ലെങ്കിൽ വറുക്കാത്ത റവയായിരുന്നാലും കുഴപ്പമില്ല. പിന്നെ 3 ടേബിൾ സ്പൂൺ മൈദപ്പൊടി. മൈദപ്പൊടി ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേർക്കാം. അപ്പോൾ മൈദപ്പൊടി ചേർത്തില്ലെങ്കിലും ഗോതമ്പ് പൊടി മാത്രം ചേർത്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇത് ഞാനിവിടെ എടുത്തേക്കുന്നത് ശരിക്കുള്ള ഗോതമ്പ് പൊടിയാണ്. ഇതിൻ്റെ കളറ് ഞാനൊരു ക്ലോസപ്പ് ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം. ശരിക്കും ആ ഗോതമ്പ് പൊടി നല്ല ഒരു ബ്രൗൺ കളറിലിരിക്കില്ലേ, അങ്ങനത്തെ ഗോതമ്പ് പൊടിയാണ്. പക്ഷെ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങണ ഗോതമ്പ് പൊടിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മൈദപ്പൊടി ചേർക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ ഗോതമ്പ് പൊടിക്ക് കുറച്ച് നല്ല കട്ടിയുണ്ട്. അപ്പോൾ നാട്ടിലേക്ക് ആയിരുന്നാലും നിങ്ങൾ ഗോതമ്പ് പൊടിപ്പിച്ചിട്ട് എടുക്കണ ഗോതമ്പ് പൊടിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് മൈദ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 ടേബിൾ സ്പൂൺ മൈദ ചേർക്കാം. ഇപ്പം മൈദ ഇല്ലാണ്ട് ഉണ്ടാക്കാണ്ടിരിക്കേണ്ട, മൈദ ഇല്ലെങ്കിൽ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ വേണ്ടത് ഇതാ ഒരു റോബസ്റ്റോളം എടുത്തിട്ടുണ്ട്. റോബസ്റ്റോളം തന്നെ വേണമെന്നില്ല, ഏത് ടൈപ്പ് പഴമായിരുന്നാലും കുഴപ്പമില്ല. നമ്മുടെ നാട്ടിലെ മറ്റേ ചെറുപഴം ഉണ്ടല്ലോ, എന്താ പറയുക, നമ്മൾ പുട്ടിൻ്റെ കൂടെ കുഴച്ച് കഴിക്കുന്നത്, അതിൻ്റെ പേര് ഞങ്ങളുടെ നാട്ടിൽ ചെറുപഴം എന്ന് പറയാം, പാളയംകോടൻ പഴം. ആ പഴമായിരുന്നാലും കുഴപ്പമില്ല, പൂവമ്പഴം, ഏത് ടൈപ്പ് പഴമായിരുന്നാലും കുഴപ്പമില്ല. പക്ഷെ പഴം എടുക്കുമ്പോൾ നല്ല മധുരമുള്ള പഴം എടുക്കുക. അപ്പോൾ അതാ ഇത്രയ്ക്ക് വലിപ്പമുള്ള ഒരു പഴം. ചെറിയ പഴം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 2 പഴം എടുക്കുക. പിന്നെ ഞാൻ കുറച്ച് ഇതെടുത്തിട്ടുണ്ട്. എന്ത് ഇതിൻ്റെ പേര് ഓർമ്മയില്ല, തേങ്ങക്കൊത്ത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കുക. തേങ്ങക്കൊത്തൊന്ന് വറുത്തിട്ട് വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. അത് പ്രത്യേകിച്ച് ഒരു കണക്കൊന്നും പറഞ്ഞില്ല, എന്തായാലും വേണമെങ്കിലും ചേർക്കാം. കൂടുതലോ കുറവൊക്കെ ചേർത്താലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് കറുത്ത എള്ള് എടുത്തിട്ടുണ്ട്, പിന്നെ ഏലക്കായ്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇത്രയ്ക്ക് സാധനങ്ങൾ മാത്രമേ ആവശ്യമുള്ളൂ. ഇതൊക്കെ എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടാവുന്നതല്ലേ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ പഞ്ചസാര നമുക്കൊന്ന് കാരമലൈസ് ചെയ്തിട്ടെടുക്കാം. പഞ്ചസാര കാരമലൈസ് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ 3/4 കപ്പ് പഞ്ചസാര ഇതാ ഒരു പാത്രത്തിലേക്ക് ഇടുക. തീ ഓണാക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടിയിട്ട് ചേർക്കാം. ഇനി ഈ പഞ്ചസാര കാരമലൈസ് ആയിട്ട് വരണം. കാരമലൈസ് ആയിട്ട് വരാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഞ്ചസാര ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ പിന്നെ പഞ്ചസാര ഒന്ന് നല്ല തിക്കാവാൻ വേണ്ടിയിട്ട് തുടങ്ങും. അത് കഴിഞ്ഞിട്ട് ആ തിക്കായിട്ട് ഇരിക്കുന്നത് ഒന്നുകൂടി ഒന്ന് വെള്ളമാകുമ്പോൾ ഒരു ചെറിയൊരു ഗോൾഡൻ കളറിലേക്ക് വരും. ആ ഗോൾഡൻ കളറിൽ നിന്ന് മാറിയിട്ട് കുറച്ചും കൂടിയും ഒരു ഡാർക്ക് കളറായിട്ട് വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഒരുപാട് ഡാർക്ക് കളറാവാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. അപ്പോൾ ഇതിനൊരു കയ്പ്പ് വരും. പക്ഷേ അത്യാവശ്യം നല്ലൊരു കളറിലേക്ക് വരണം. അപ്പോഴായിരിക്കും ആ കാരമലൈസ് ചെയ്തതിൻ്റെ നല്ലൊരു ടേസ്റ്റ് നമ്മൾ ഉണ്ടാക്കണം നമ്മുടെ പലഹാരത്തിന് കിട്ടുക. അത്യാവശ്യം നല്ല ചൂടിൽ തന്നെ വെച്ചോട്ടെ. ഇടയ്ക്കൊന്ന് ചിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഇത് ഫുള്ള് പതഞ്ഞിട്ട് നല്ല പതയായിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ ചെറുതായിട്ട് കളർ മാറാൻ വേണ്ടിയിട്ട് തുടങ്ങും. അതിപ്പോൾ ചെറുതായിട്ട് കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. ചൂട് അത്യാവശ്യം നന്നായിട്ട് വേണം കേട്ടോ, അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ ചെറുതായിട്ട് കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ നല്ല വെള്ള കളറിൽ നിന്ന് മാറി വരണുണ്ട്, സൈഡിലൊക്കെ കണ്ട. അങ്ങനെ വരുമ്പോൾ തീ ഒരു പൊട്ടിക്കൊന്ന് കുറച്ച് വെച്ചോ, എന്നാലും ഒരുപാട് തീ കുറച്ച് വയ്ക്കരുത്.
കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ തീ ഭയങ്കരമായിട്ട് കുറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഇങ്ങനെ നല്ല പത പോലെ ഇങ്ങനെ വന്നു കഴിഞ്ഞ് കഴിയുമ്പോഴുണ്ടല്ലോ, അത്യാവശ്യം ചൂടില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മൊത്തം ഇങ്ങനെ ഒരു എന്താ പറയുക, ഭയങ്കര കട്ടിയിൽ ഇങ്ങനെ ഒരു പാറ പോലെ, ഒരു പാറ കഷ്ണം പോലെ ഇങ്ങനെ കിടക്കും. പിന്നെ അത് ചിലപ്പോൾ അലിയാനൊക്കെ സമയം കുറേ എടുക്കും. അത്യാവശ്യം നല്ലൊരു ചൂട് വേണം. അത് നോക്കിക്കേ കളർ മാറി തുടങ്ങിയതുണ്ട്. ഒന്നും കൂടി കുറച്ചും കൂടി ഒരു ഡാർക്ക് ആയിക്കോട്ടെ. ഭയങ്കര ഡാർക്ക് ആവണ്ട. നമ്മുടെ കട്ടൻ ചായയുടെ കളറുണ്ടല്ലോ, അത്രയ്ക്ക് കണ്ട് ഡാർക്ക് ആവണ്ട. പക്ഷേ ഒരു മഞ്ഞ കളറിൽ നിന്ന് മാറിയിട്ട് ചെറുതായിട്ടൊരു കളറിലേക്ക് വരണം. നമ്മളതിൻ്റെ ഫ്ലേവർ ശരിക്കും കിട്ടുക നമുക്ക്. എങ്ങാനും നിങ്ങൾ ഉണ്ടാക്കിയിട്ട് കൈപ്രസം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കളർ ഭയങ്കര കൂടി പോയിട്ടാട്ടോ കൈപ്രസം വന്നത്. ഇതാ ഇത്രയ്ക്ക് കളർ മതി. ഇതാ ഒരു നല്ല കളറായിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. നല്ല ചൂടുള്ള വെള്ളമാണ് ചേർക്കുന്നത്. തണുത്ത വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ ഇത് പിന്നെയും കട്ടയാവും. പിന്നെ നമ്മളപ്പോൾ തീ ഓണാക്കിയിട്ട് പിന്നെ ഇത് അലിയിച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കേണ്ടി വരും. അപ്പോൾ നല്ല തിളച്ച വെള്ളം ചേർക്കുക. തീ ഓഫ് ചെയ്ത വഴിക്കാനെ ചേർത്തോ. then 1/2 കപ്പ് കൈമേക്ക് തെറിക്കും കേട്ടോ. ഫസ്റ്റ് കുറച്ച് ഒഴിച്ച് കഴിഞ്ഞിട്ട് കൈ നീക്കി പിടിച്ചോ. എങ്ങാനും നിങ്ങൾ വെള്ളം ഒഴിച്ച വഴിക്കാൻ ഇത് കട്ടയായിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തിളച്ച വെള്ളമായിരിക്കില്ല ഒഴിച്ചത്. അപ്പോൾ ഒന്ന് തീ ഓണാക്കിയിട്ട് ഒന്നുകൂടി ഒന്ന് മെൽറ്റാക്കിയിട്ട് എടുത്തു. അതാ നോക്കിക്കേ. അപ്പോൾ നമ്മുടെ പഞ്ചസാര കാരമലൈസ് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് ഇരുന്നിട്ട് ഒന്ന് ചൂടാറട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ പഞ്ചസാര കാരമലൈസ് ചെയ്തത് ഇരുന്നിട്ട് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പഞ്ചസാര കാരമലൈസ് ചെയ്തതും പിന്നെ നമ്മുടെ പഴം ഉണ്ടല്ലോ, പഴവും കൂടിയിട്ട് നമുക്ക് മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് കറക്കിയിട്ടെടുക്കാം. എന്താ പറയുക, ഏത്തപ്പഴം ആണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഏത്തപ്പഴം എടുക്കുമ്പോൾ നല്ല പഴുത്ത പഴം എടുക്കണം. പക്ഷേ ഏത്തപ്പഴം കഴിയുന്നത് എടുക്കാണ്ടിരിക്കുക. ബാക്കിയുള്ള പഴങ്ങൾ കിട്ടാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എടുക്കുക. എപ്പോഴും ഏറ്റവും ബെസ്റ്റ് ഒന്നല്ലെങ്കിൽ നമ്മുടെ പുട്ടിൻ്റെ കൂടെ കുറച്ച് കഴിക്കുന്ന നമ്മുടെ ചെറുപഴം, മൈസൂർ പഴം എന്ന് പറയും ചില സ്ഥലത്ത്, അല്ലെങ്കിൽ പാളയംകോട പഴം. ആ പഴമാണ് ഏറ്റവും ബെസ്റ്റ്. അല്ലെങ്കിൽ റോബസ്റ്റോടും നല്ല ടേസ്റ്റ് ഉണ്ട്. കാരണം കുറച്ച് മയമുള്ള പഴമായിരിക്കും ഇതേപോലെ ഇങ്ങനെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുക. ഏത്തപ്പഴം ആകുമ്പോൾ കുറച്ച് ഹാർഡായിട്ടിരിക്കുമല്ലോ. പക്ഷേ നല്ല പഴുത്ത പഴമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. പൂവുമ്പഴോ അല്ലെങ്കിൽ ഞാലിപ്പൂവിനോ എന്തായിരുന്നാലും കുഴപ്പമില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ നല്ലതായിരിക്കുക നമ്മുടെ പുട്ടിൻ്റെ കൂടെ കുറച്ച് കഴിക്കുന്ന പഴം അല്ലെങ്കിൽ റോബസ്റ്റോ. അപ്പോൾ പഴം നമുക്ക് മിക്സിയുടെ ജാറിലേക്കിടാം. ഇതിലേക്ക് നമ്മുടെ പഞ്ചസാര കാരമലൈസ് ചെയ്ത് വെച്ചിട്ടില്ലേ, അതും കൂടിയിട്ട് ചേർക്കുക. ഞങ്ങളുടെ വീടിൻ്റെ അവിടെ ഒരു പണി നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് സൗണ്ട് വരുന്നത്. ഞങ്ങളുടെ വീടിൻ്റെ മുകളിൽ ഒരു ബാൽക്കണി ഉണ്ട്. അപ്പോൾ മരം കൊണ്ടുള്ളതാണ്. അപ്പോൾ അതിങ്ങനെ ഒക്കെ നാശമായി. അപ്പോൾ അത് മാറ്റിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ പഴവും പിന്നെ പഞ്ചസാര കാരമലൈസ് ചെയ്തും കൂടിയിട്ട് ഒന്ന് കറക്കിയിട്ടെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ പഴവും ഇതാ പഞ്ചസാര കാരമലൈസ് ചെയ്തും കൂടിയിട്ട് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് കറക്കിയിരുന്നിട്ട് ഇനി നമ്മൾ ഇതിൻ്റെ മിക്സിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോകട്ടെ. അപ്പോൾ മിക്സിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വലിയൊരു ബൗൾ എടുക്കുക. ഇതിലേക്ക് നമ്മൾ പഞ്ചസാര കാരമലൈസ് ചെയ്തും പഴവും കൂടിയിട്ട് മിക്സ് ചെയ്തു. നല്ല മണം വരുന്നുണ്ട് പഞ്ചസാര കാരമൽ. ഇതിലേക്ക് നമുക്ക് കുറച്ചും കൂടി വെള്ളം ആവശ്യമുണ്ടോ. അപ്പോൾ ഈ ജാറിൽ വെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിന് വെള്ളം നമുക്ക് ലാസ്റ്റ് ചേർക്കാം. ഇതിലേക്ക് ഇതാ 1 കപ്പ് ഗോതമ്പൊടി. ഈ ഗോതമ്പൊടിയുടെ കളർ കണ്ടത് ശരിക്കുള്ള ഈ ഗോതമ്പൊടി, മായമൊന്നും ചേർക്കാത്ത. അതിങ്ങനെ ഈ ഗോതമ്പിൻ്റെ ആ പുറത്തെ തോലുണ്ടല്ലോ, അതിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിനെ വേണമെന്നൊരു നിർബന്ധമില്ല കേട്ടോ, ഞാൻ ജസ്റ്റ് പറഞ്ഞത്. നമ്മുടെ നാട്ടിലേക്ക് ആയിരുന്നാലും ഇപ്പോൾ റേഷനൊക്കെ കിട്ടുമ്പോൾ നിങ്ങൾ ഗോതമ്പ് പൊടിപ്പിക്കില്ലേ, ആ ഗോതമ്പൊടിയുടെ കളറും നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഗോതമ്പൊടിയുടെ കളറും തമ്മിൽ വ്യത്യാസം ഉണ്ടാവില്ലേ. ഇനി അടുത്തത് 3 ടേബിൾ സ്പൂൺ മൈദ, 2 3 ഇതിനിങ്ങനെ മെഷറിംഗ് സ്പൂണ് തന്നെ വേണമെന്നൊരു നിർബന്ധമില്ല കേട്ടോ. സാധാരണ നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കുന്ന സ്പൂൺ മതി. പിന്നെ റവ, അത് വറുത്ത റവ ആയിരുന്നാലും കുഴപ്പമില്ല, വറുക്കാത്ത റവ ആയിരുന്നാലും കുഴപ്പമില്ല. ഇത് നമ്മൾ ഓയിലിട്ടിട്ട് വറുത്തിട്ട് എടുക്കുമ്പോൾ എണ്ണ കുടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് റവ ചേർക്കുന്നത്, ഒരു ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. 3 ടേബിൾ സ്പൂൺ. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഉപ്പൊക്കെ നമുക്ക് ഇപ്പോൾ ഒരു ഏകദേശം അളവിൽ ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ടേസ്റ്റ് നോക്കിയിട്ട് അതനുസരിച്ചിട്ട് ചേർക്കാം. പിന്നെ കറുത്ത എള്ള് നിങ്ങളുടെ അടുത്ത് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേർക്കാം. എള്ള് ചേർത്തില്ലെങ്കിലൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഒരു 3/4 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. അതിനൊന്നും കറക്റ്റ് ഒരു അളവൊന്നുമില്ല. നിങ്ങളുടെ
ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കാം. ഇനിയിപ്പോൾ കറുത്ത എള്ളിന് പകരം കരിഞ്ചീരകം വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കരിഞ്ചീരകം ചേർക്കാം. പിന്നെ ഏലക്കായ പൊടിച്ചത് അതും നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കാം. നമുക്ക് തേങ്ങാക്കൊത്തും കൂട്ടിയിട്ട് വറുത്തിട്ട് എടുക്കണം. ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് ഒരു അരമണിക്കൂർ, കുറഞ്ഞത് ഒരു 20 മിനിറ്റെങ്കിലും വെക്കണം. കാരണം ഞാൻ റവ വയ്ക്കണ്ടല്ലോ, അതൊക്കെ ഒന്ന് കുതിർന്ന് വരണം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങാക്കൊത്ത് വറുത്തിട്ട് എടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും ആവശ്യമില്ല, അല്ലാണ്ട് തന്നെ നല്ല സോഫ്റ്റായിട്ടിരിക്കും. ഇത് കുറച്ച് ലൂസായിട്ട് ഇരിക്കണം. നമ്മൾ എന്താ പറയുക, നെയ്യപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ മാവ് കുറച്ച് ലൂസായിട്ടില്ല, അത്രയ്ക്ക് നെയ്യപ്പത്തിൻ്റെ അത്രയ്ക്ക് ലൂസാവണ്ട. നമ്മൾ ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കില്ല, മാവ് എടുക്കില്ല, അതേപോലെ ലൂസാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർക്കാം, സാധാരണ വെള്ളം. അപ്പോൾ ഞാൻ ഈ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വെള്ളം ചേർക്കാം. മെഷറിംഗ് കപ്പിൽ ഒഴിച്ചിട്ട് നിങ്ങൾ കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഏകദേശം അളവ് കിട്ടുമല്ലോ. അത്രയ്ക്ക് വെള്ളമുണ്ട്, ഒരു കപ്പ് ഫുള്ളില്ല. പിന്നെ മിക്സിങ് ഉണ്ടാക്കാനൊന്നും ഒരു പാടില്ല, ഭയങ്കര സിമ്പിളായിട്ട് റെഡി ആക്കിയിട്ടെടുക്കുക. അതിൽ കൂടി ഒരു പണിയുള്ള പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തിട്ടെടുക്കുക. അതിനായിരുന്നാലും ഒരുപാട് സമയമൊന്നും ആവശ്യമൊന്നുമില്ല. ബട്ട് ടേസ്റ്റ് അടിപൊളിയായിരിക്കും. ഇതിലേക്ക് നമ്മൾ റവ ചേർത്തേക്കണത് കൊണ്ട് തന്നെ റവ ഒന്ന് കുതിർന്ന് കഴിയുമ്പോൾ ഇതൊന്നും കൂടി ഒന്ന് തിക്കാവും. നമുക്ക് ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം ചേർക്കാം. ഞാൻ എടുത്തിരുന്ന 3/4 കപ്പ് വെള്ളം നമ്മൾ എക്സ്ട്രാ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം. കുറഞ്ഞത് ഒരു 20 മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ഇതിപ്പോൾ ഒരു 2-3 മണിക്കൂർ ഒക്കെ കൂടുതൽ റെസ്റ്റ് ചെയ്യാൻ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഒരു ഇച്ചിരി കൊണ്ട് വെള്ളം ചേർക്കുന്നുണ്ട്, ഒരു 1/4 കപ്പ് കൂടിയിട്ട്. അപ്പോൾ ഒരു കപ്പ് നമ്മൾ എക്സ്ട്രാ വെള്ളം ചേർത്തിട്ടുണ്ട്. അത് ഇരുന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്നും കൂടി ഒന്ന് തിക്കാം. അപ്പോൾ മിക്സിങ് ഇതേപോലെ റെഡി ആക്കിയിട്ട് വെച്ചിട്ട് നിങ്ങൾ തേങ്ങക്കൊത്തൊക്കെ കട്ട് ചെയ്തിട്ട് വറുത്തെടുത്താൽ മതി. അപ്പോൾ ഇത് ഇരുന്നിട്ട് ഓക്കെ. അപ്പോൾ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇത് ഇനി ഇവിടെ ഇരിക്കട്ടെ കേട്ടോ. ഇനി നമ്മുടെ തേങ്ങക്കൊത്ത് നമുക്ക് വറുത്തെടുക്കാം. മുരിഞ്ഞ് നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി ഇത് ഓയിൽ നിന്ന് എടുക്കട്ടെ. ഇതേപോലെ നന്നായിട്ട് മുരിക്കണം കേട്ടോ. അതുപോലായിരിക്കും അത് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമ്മൾ അതിൻ്റെ കൂടെ ഇട്ടിട്ട് നമ്മൾ വറുത്തിട്ട് എടുക്കുമ്പോൾ ഇതങ്ങനെ മുരിയൊന്നുമില്ല. അതേപോലെ തന്നെ ഞാൻ എൻ്റെ മിക്ക വീഡിയോയിലും പറയാറുണ്ട്, നമ്മൾ കറിയിൽ താളിച്ച് ഉള്ളി മൂപ്പിച്ചിട്ട് ചേർക്കുമ്പോഴേ ഉള്ളി നന്നായിട്ട് മുരിയണം. പിന്നെ ശരിക്കും മുരിഞ്ഞില്ലാന്ന് വെച്ചാൽ നമ്മൾ കറിയിൽ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ ഉള്ളി അങ്ങോട്ട് തണുത്ത പോലെ കിടക്കും. അപ്പോൾ നമ്മൾ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചേക്കണ തേങ്ങക്കൊത്തുണ്ടല്ലോ, തേങ്ങക്കൊത്തും കൂടിയിട്ട് ചേർക്കാം. അതാന്ന് നോക്കിയേ, നമ്മുടെ ബാറ്റർ ഇതേപോലെ തന്നെ ഇരിക്കണം. ഭയങ്കര ലൂസായിട്ട് ഇരിക്കരുത്, ഭയങ്കര ടൈറ്റായിട്ട് ഇരിക്കുകയും ചെയ്യരുത്. ഇത് നമുക്ക് റെഡിയാക്കാം. ഒരു സൈഡ് മുരിഞ്ഞ് കഴിയുമ്പോൾ മറ്റേ സൈഡ് തിരിച്ചിടാം. ഇപ്പോൾ എൻ്റെ ഈ ബാറ്ററിലുണ്ടല്ലോ ഒരു പൊട്ടിക്ക് വെള്ളം കൂടുതലുണ്ട് കേട്ടോ. നമ്മളിത് ഒരെണ്ണം ഒഴിച്ചത് നോക്കി കുറച്ച് ഫ്ലാറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു ഇച്ചിരി കൂടി ഗോതമ്പ് പൊടി ചേർക്കാൻ വേണ്ടിയിട്ട് പോകണം. എങ്ങാനും അങ്ങനെ വരണുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഗോതമ്പ് പൊടി ചേർത്തത് ഇച്ചിരി വെള്ളം കൂടി പോയി. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയും കൂടിയിട്ട് ചേർക്കുന്നുണ്ട്. ഇപ്പോൾ കറക്റ്റായിട്ടുണ്ടാവും. നിങ്ങൾ ഉണ്ടാക്കണ പോലെ അങ്ങനെ വന്നിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഫ്ലാറ്റായിട്ട് ഇങ്ങനെ പോയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് ഗോതമ്പ് പൊടി ചേർത്തിട്ട് ഒന്ന് തിക്കായിട്ടിടുക.
അപ്പോൾ നമ്മുടെ പലഹാരം എല്ലാവരും വറുത്തെടുത്തിട്ടുണ്ട്. ശരിക്കും സൂപ്പർ ടേസ്റ്റ് ആട്ടോ. ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. കാണാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് അത്രയും വലിയ ലുക്കൊന്നും തോന്നുന്നുണ്ടാവില്ല, പക്ഷേ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് റെഡി ആക്കിയിട്ട് എടുക്കുമ്പോൾ നിങ്ങൾ ഒരു 2 കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പഴം ഒരുപാട് ചേർക്കരുത്. പഴം ഒരുപാട് ചേർത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഓയിലിടുമ്പോൾ എന്താ പറയുക, അതിങ്ങനെ എല്ലായിടത്തേക്കും ഇങ്ങനെ സ്പ്രെഡായിപ്പോവും. അതേപോലെ വെള്ളം കൂടിയിട്ടുണ്ടെങ്കിലും അങ്ങനെ വരും. അപ്പം ഞാൻ ആ കാണിച്ചു തന്ന അത്രയ്ക്ക് പഴം മാക്സിമം ചേർത്താൽ മതി. അതിൽ പഴം കുറച്ച് കുറവ് ചേർത്താലും കുഴപ്പമില്ല, പക്ഷേ അതിൽ ഒട്ടും പഴം കൂടുതൽ ചേർക്കരുത് കേട്ടോ. അതേപോലെ തന്നെ ഞാൻ ആ മാവിൽ രണ്ടാമത് ആദ്യം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ കണ്ടില്ലേ കുറച്ച് ഇങ്ങനെ പരന്ന പോലെ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ചും കൂടി ഗോതമ്പ് പൊടി ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ വറുത്തെടുക്കുമ്പോൾ അങ്ങനെ വരുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതേപോലെ ചെയ്യാം. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ഉണ്ടാക്കിയ സമയത്ത് തന്നെ 2-3 എടുത്ത് കഴിച്ചു. എന്തായാലും ഞാൻ ഒരാടി ടേസ്റ്റ് നോക്കിയിട്ട് പറയും. ശരിക്കും ഇത് നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ കഴിച്ചുകൊണ്ടിരിക്കും, അത്രയ്ക്ക് ടേസ്റ്റാണ്. ഞാനൊരു 3-4 എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. കഴിച്ചേട്ടാ തേങ്ങ കറിക്ക് കടിയാൻ വേണ്ടിയിട്ട് കിട്ടുന്നുണ്ട്. ശരിക്കും നമ്മൾ ശർക്കര ചേർത്തിട്ട് അല്ലെങ്കിൽ പഞ്ചസാരയൊക്കെ ചേർത്തിട്ട് ഇതേപോലത്തെ അപ്പങ്ങളൊക്കെ നമ്മൾ മിക്കപ്പോഴും വീട്ടിലുണ്ടാക്കാറുണ്ട്. പക്ഷെ അതിൻ്റെ ഒന്നും ഒരു ടേസ്റ്റ് ആണ് കേട്ടോ. ഇതേപോലെ പഞ്ചസാര കാരമലൈസ് ചെയ്തിട്ട് ഇതേപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ല ഇഷ്ടമാവും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് നാളെ വേറൊരു പുതിയ റെസിപ്പി ആയിട്ട് വരാം. നീ കഴിക്കണില്ല, 2-3 കഴിച്ചു. നീ പിന്നെ വൈകിട്ട് ഭക്ഷണം കഴിക്കണേ. നീ സത്യം എൻ്റെ വൈകിട്ട് സ്ഥലമില്ല, അതുകൊണ്ടാണ് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. നീ വൈകിട്ട് ചായയുടെ കൂടെ കഴിക്കാം.